കേരളത്തിലെ ഏറ്റവും വലുതും ചെലവേറിയതുമായ റോഡ് പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുകയും വിഴിഞ്ഞം തുറമുഖവുമായി സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളെ വേഗത്തിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പുതിയതായി അധികാരത്തിലെത്തുന്ന UDF സർക്കാരിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനും സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നതുമായി വലിയൊരു തുക സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതുണ്ട്. ഏകദേശം 2660 കോടി രൂപയാണ് ഇതിനായി സംസ്ഥാനം കണ്ടെത്തേണ്ടത്. ഇതാണ് ഇപ്പോൾ പ്രധാന ചർച്ചയായിരിക്കുന്നത്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ദേശീയപാത 866 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളം വരെ ഏകദേശം 62.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡായിരിക്കും ഇത്. നേരത്തെ പദ്ധതി 2 ഘട്ടങ്ങളായി നിർമ്മിക്കുന്നതായിരുന്നു തീരുമാനം. എന്നാൽ പിന്നീടത് ഒറ്റ പദ്ധതിയായി നടപ്പാക്കാൻ തീരുമാനിച്ചു. പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 12,549 കോടി രൂപയാണെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ ഒരൊറ്റ റോഡ് പദ്ധതിയായി ഇത്രയും വലിയ തുക ചെലവാക്കുന്നത് അപൂർവമാണ്. നിർമ്മാണ ചെലവും ഭൂമി ഏറ്റെടുക്കലും ഉൾപ്പെടെ ഓരോ കിലോമീറ്ററിനും ഏകദേശം 200 കോടി രൂപ വരെ ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി ഇതിനകം പദ്ധതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന് കേന്ദ്രമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അന്തിമ നടപടിയിലേക്ക് കടക്കാനാകൂ. കഴിഞ്ഞ LDF സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന നിബന്ധനകൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗിക ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ടത് പുതിയ സർക്കാരാണ്. ആയതിനാൽ പുതിയ സർക്കാർ പദ്ധതി അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നതാണ് ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത്. പദ്ധതിയുടെ ഏറ്റവും വലിയ ചെലവുകളിൽ ഒന്നാണ് ഭൂമി ഏറ്റെടുക്കൽ. ഏകദേശം 360 ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ആവശ്യമായിരിക്കുന്നത്. ഇതിനായി മാത്രം ഏകദേശം 4450 കോടി രൂപ ചെലവാകും. ഇതിൽ പകുതി തുക സംസ്ഥാന സർക്കാർ നൽകണം. അതായത് ഏകദേശം 2225 കോടി രൂപ. ഇതിനു പുറമെ സർവീസ് റോഡുകളുടെ നിർമ്മാണ ചെലവും സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കണം. ഏകദേശം 434 കോടി രൂപ ഇതിനായി വേണം. ഈ തുക 5 വർഷത്തിനുള്ളിൽ ഗഡുക്കളായി നൽകിയാൽ മതിയെന്നാണ് സംസ്ഥാനത്തിന് ചെറിയൊരു ആശ്വാസം. പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയം നികുതി ഇളവുകളാണ്. നിർമ്മാണ വസ്തുക്കൾ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട GST, മണ്ണ് ഉൾപ്പെടെയുള്ളവയുടെ റോയാലിറ്റി ഫീസും ഈ പദ്ധതിയിൽ ഒഴിവാക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇതുമൂലം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ചില വരുമാനങ്ങൾ നഷ്ടപ്പെടും. എന്നാൽ പദ്ധതി പൂർണ്ണമായാൽ ദീർഘകാലത്തിൽ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെയും വിദഗ്ധരുടെയും പ്രതീക്ഷ. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് ഈ റോഡ് വളരെ പ്രധാനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം വ്യാപിക്കുമ്പോൾ വലിയ തോതിൽ ചരക്ക് ഗതാഗതമുണ്ടാകും. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഭാവിയിൽ കൂടുതൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാം. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കൊണ്ടുവരുന്നത്. ഈ റോഡ് വഴി ചരക്ക് വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് കടക്കാതെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെടാൻ സാധിക്കും. ഇതിലൂടെ സമയം ലാഭിക്കാനും ഇന്ധന ചെലവ് കുറയ്ക്കാനും കഴിയും. തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത സമ്മർദ്ദവും കുറയും. പദ്ധതിയുടെ നിർമ്മാണം വളരെ സങ്കീർണമായ ഒന്നായിരിക്കും. കേരളത്തിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഹൈവേ പദ്ധതികൾ ഏറ്റവും സാങ്കേതിക വെല്ലുവിളിയുള്ള പദ്ധതികളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ കുന്നുകൾ ഇടിച്ചു നീക്കി റോഡ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ചില സ്ഥലങ്ങളിൽ 30 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകൾ മുറിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പരിസ്ഥിതി പ്രശ്നങ്ങളും ജനവാസ മേഖലയിലുള്ള ആശങ്കകളും കാരണം പിന്നീട് പദ്ധതി മാറ്റി. ഇപ്പോൾ കൂടുതൽ തുരങ്കങ്ങളും ഉൾപ്പെടുത്തി പുതിയ രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൂടെ പരിസ്ഥിതി നാശം കുറയ്ക്കാനാണ് ശ്രമം. പദ്ധതിയുടെ ഭാഗമായി 17 തുരങ്കങ്ങളാണ് നിർമ്മിക്കുക. ഇവയുടെ ആകെ ദൈർഘ്യം ഏകദേശം 4.6 കിലോമീറ്റർ ആയിരിക്കും. ഇതിനു പുറമെ 6 ഫ്ലൈ ഓവർ, 2 വലിയ പാലങ്ങൾ, 17 ചെറിയ പാലങ്ങൾ, 144 ബോക്സ് കൾവെട്ടുകൾ, 128 ക്രോസ് റോഡ് കൾവെട്ടുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഒരു റെയിൽവേ മേൽപ്പാലവും നിർമ്മിക്കും. ജനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രധാന റോഡുകളിലേക്ക് കയറാനും ഇറങ്ങാനും 7 സ്ഥലങ്ങളിൽ പ്രത്യേക വഴിയും ഉണ്ടാക്കും. കൂടാതെ 103 കിലോമീറ്റർ നീളമുള്ള സർവീസ് റോഡുകളും നിർമ്മിക്കും. അതേസമയം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 4 വർഷങ്ങൾ മുമ്പ് തന്നെ നടപടികൾ തുടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോഴും പൂർണ്ണമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ആവശ്യമായ 360 ഹെക്ടർ ഭൂമിയിൽ ഏകദേശം 100 ഹെക്ടറിന് മാത്രമാണ് അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. നിരവധി ഭൂ ഉടമകളിൽ നിന്ന് രേഖകൾ അധികൃതർ ശേഖരിച്ചിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാര വിതരണം ആരംഭിച്ചിട്ടില്ല. ഇത് പല കുടുംബങ്ങളെയും വലിയ അനിശ്ചിതത്വത്തിലേക്കായിരിക്കുകയാണ്. ഭൂമി നഷ്ടമാകുമെന്ന ആശങ്കയും നഷ്ടപരിഹാരം എപ്പോൾ ലഭിക്കുമെന്നറിയാത്ത അവസ്ഥയും പലരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതിയും സംസ്ഥാന സർക്കാരുമായുള്ള ധാരണാപത്രവും പൂർത്തിയായതിനു ശേഷമേ നഷ്ടപരിഹാര വിതരണം തുടങ്ങാനാകൂ എന്നാണ് വിവരം. ആയതിനാൽ പദ്ധതിയുടെ ഭാവി ഇപ്പോൾ പുതിയ സർക്കാരിന്റെ തീരുമാനത്തോടെയാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. പദ്ധതി നടപ്പായാൽ തിരുവനന്തപുരം നഗരത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഗതാഗത സൗകര്യം മെച്ചപ്പെടുകയും പുതിയ വ്യാവസായിക വ്യാപാര സാധ്യതകൾ തുറക്കുകയും ചെയ്യും. എന്നാൽ വലിയ ചെലവും ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും കാരണം സർക്കാർ വളരെ സൂക്ഷ്മമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.